സ്നേഹം, ലവ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അതെങ്ങനെ സാധിക്കും എന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് തോന്നിയേക്കാം. സ്നേഹം കൊടുക്കും തോറും നമുക്ക് 10 മടങ്ങായി തിരിച്ചു കിട്ടും എന്നുള്ളത് സത്യമാണ്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നിടത്ത് നിന്ന് തന്നെ അത് കിട്ടണമെന്നില്ല. സ്നേഹത്താൽ കീഴടക്കാൻ പറ്റാത്തതും ഒന്നുമില്ല. സ്നേഹം ഒരു പോസിറ്റീവ് വികാരമാണ്. അപ്പോൾ പിന്നെ എന്തിനു നമ്മളത് വേണ്ടാന്ന് വയ്ക്കണം? പോസിറ്റീവ് വികാരങ്ങളിലൂടെയാണ് നമുക്ക് മാനസികാരോഗ്യം നിലനിർത്താൻ കഴിയുന്നത്. ചില സ്നേഹം പുലിവാലാകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വെറും വിവേകബുദ്ധി കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. അടുത്ത കാലത്ത് അമ്മയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മൾ കാണുകയുണ്ടായി. അവിടെ സ്നേഹമാണ് വില്ലനായത്. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ പുരുഷന് മറ്റൊരു സ്ത്രീയോട് തോന്നിയ സ്നേഹം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആ പുരുഷനോട് തോന്നിയ സ്നേഹം. സ്നേഹത്തിന് ധാരാളം രൂപങ്ങളുണ്ട്. ആർക്കും ആരോടും സ്നേഹം തോന്നാം. സ്നേഹം ഒരു തെറ്റല്ല. എന്നാൽ ഇവിടെ ഈ പുരുഷന് ഈ സ്ത്രീയോട്, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഈ പുരുഷനോട് തോന്നിയത് അവിവേകമായ സ്നേഹമാണ്. സ്നേഹം തോന്നുന്നത്, അല്ലെങ്കിൽ പ്രണയം തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത് എല്ലാം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അത് മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാനും പാടില്ല. അവിടെയാണ് വിവേകം വേണ്ടത് എന്നുള്ളതാണ് വാസ്തവം. സ്നേഹം ധാരാളം വാക്കുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. പ്രേമം, പ്രണയം, വാത്സല്യം, കരുണ, ബഹുമാനം, ഇഷ്ടം, അങ്ങനെ ധാരാളം. സ്നേഹത്തിൻ്റെ പേരിൽ കബളിപ്പിക്കപ്പെടാതിരിക്കുക, ആസിഡ് വിക്റ്റിം ആകാതിരിക്കുക, കപട സ്നേഹത്തെയും നല്ല സ്നേഹത്തെയും തിരിച്ചറിയുക. സോഷ്യൽ മീഡിയയിലൂടെ 5 ദിവസം സംവദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം, അതിലെത്ര ആത്മാർത്ഥതയുണ്ട്, അതിലെത്ര സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിയുക. വർഷങ്ങളായി തങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹം കാത്തുവച്ച മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പല ചതിക്കുഴികളിലും ചെന്ന് വീഴുന്ന എത്രയോ പേരെ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ചതിക്കുഴികളെ തിരിച്ചറിയുക. ചങ്ക് ബ്രോ, ചങ്ക് സിസ്, അതൊക്കെ നല്ലതാണ്. വിവേകവും വിചാരവും ചേർത്ത് സ്നേഹത്തെ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. പറഞ്ഞാൽ തീരാത്തത്ര സാധ്യതകളാണ് ആ സ്നേഹത്തിനുള്ളത്. ഒരു ചെറുപുഞ്ചിരി മുതൽ, ഒരു കരസ്പർശം മുതൽ, കണ്ണെത്താ ദൂരത്ത് നിന്നുകൊണ്ട് ഊരും പേരും വെളിപ്പെടുത്താതെ തന്നെ നടത്തുന്ന എത്രയോ സ്നേഹഹസ്തങ്ങളാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത്. അതെല്ലാം സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്. സ്നേഹിക്കുക, ഉപാധികളില്ലാതെ സ്നേഹിക്കുക, വിവേകാത്മകമായി സ്നേഹിക്കുക. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും.